പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ ചില അശ്ലീല ആംഗ്യവിക്ഷേപങ്ങൾ നടത്തുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്ന് ചോദിച്ച പോലെ ഇതിൽ നാസറിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം ഒരുപക്ഷെ. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പക്ഷം പിടിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന ആധുനിക സമൂഹം തീർത്തും അപരിഷ്കൃതമായ ചില നിലപാടുകൾ വെച്ച് പുലർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന ചില ഇരട്ടത്താപ്പുകൾ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വ്യക്തിയെയും അപമാനിക്കുന്ന തരത്തിൽ ഒരാൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആംഗ്യവിക്ഷേപങ്ങളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ നടത്താൻ പാടില്ല. ആ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടാകാൻ തരമില്ല. ഏത് രാഹുൽ ഈശ്വർ വന്ന് അതിനെ ന്യായീകരിച്ചാലും അത് ഈ വിഷയകമായി പറയേണ്ട ന്യായീകരണങ്ങളെ അല്ല. ഒരാൾ മോശമായി വസ്ത്രം ധരിച്ചാൽ അയാളെ മോശമായി കമൻ്റ് ചെയ്യാൻ ആളുകൾക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല. അങ്ങനെ മോശമായ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് അവരത് കേൾക്കുന്നത്, അവർക്ക് ഇത് ഉണ്ടായത് അവരുടെ തന്നെ ചെയ്തിയുടെ ഫലമാണ് എന്ന രൂപത്തിൽ വിലയിരുത്തുന്നത് തീർത്തും തെറ്റാണ്, അശ്ലീലമാണ്, അപഹാസ്യമാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് സമാനമായി ധാരാളം ആളുകളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരം സംഗതികളിലേക്ക് നമ്മുടെ പോലീസ് പോകുന്നില്ല എന്നത് ദാരുണമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ധാരാളം ഉണ്ടാവുകയും സോഷ്യൽ മീഡിയയെയും മറ്റ് പൊതു മാധ്യമങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ നടപടികളുമായി അധികാരി വർഗം രംഗത്ത് വരണമെന്നാണ് ആ വിഷയകമായി പറയാനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതിലെനിക്ക് ടെലിവിഷൻ ചാനലുകാരോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെ ഇത്രമാത്രം ചർച്ചയ്ക്ക് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ വികലമായ അഭിപ്രായങ്ങളെ ഇത്ര ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ട ആവശ്യകത? രാഹുൽ ഈശ്വർ തന്നെ പറയാറുള്ളത് പോലെ ഹിന്ദുക്കൾക്ക് അവർക്ക് ഒരു പഞ്ച് കിട്ടണമെങ്കിൽ ഒരു അപരൻ അപ്പുറത്തുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ ഈ വിഷയത്തിൽ ചർച്ച കൊഴുക്കണമെങ്കിൽ തങ്ങളുടെ വ്യാപാര താല്പര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു രാഹുൽ ഈശ്വർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ വികലവും വിദണ്ഡവുമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ചാനലുകാർ ധാരാളമായി അവസരം കൊടുക്കുന്നത് എന്നതാണ് ഇതിലെനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. ആക്ഷേപിക്കപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചാനലുകളെല്ലാം രാഹുൽ ഈശ്വറിന് ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ട് തങ്ങളുടെ കച്ചവട താല്പര്യം അതിൻ്റെ പേരിൽ കുഴിപ്പിക്കുകയാണ്. ഈ പെൺകുട്ടി എന്താണോ ചെയ്യുന്നത് അതേ സംഗതി തന്നെയാണ് ഈ ചാനലുകാരും ചെയ്യുന്നത്. ഈ പെൺകുട്ടി തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുകയും തൻ്റെ ശരീരത്തെ വിൽപ്പന ചരക്കാക്കുകയും അത് പരമാവധി പ്രദർശിപ്പിക്കുകയും അതിന് പരമാവധി ആളുകളെ ഉണ്ടാക്കുകയും അത് കാണുന്നവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അതേ സംഗതി തന്നെയാണ് ചാനലുകാരും ഈ വിഷയത്തിൽ വെച്ചു പുലർത്തുന്നത് എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു വിഷയം എന്താണ്? സമൂഹത്തിൽ അധാർമികതകൾ കൊടികുത്തി വാഴുമ്പോൾ അതിന് കാരണമാകുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തുകയും അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ്
യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം. ഏതെങ്കിലും ഒരു വശം മാത്രം പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ കണ്ണടച്ചിരുന്നാൽ മതി എന്ന രൂപത്തിൽ വിലയിരുത്തുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സമൂഹത്തിൽ ഇടപെടുന്ന ഏതൊരാൾക്കും തൻ്റെ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ടായിരിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സംസാരം, എൻ്റെ വേഷവിധാനം, എൻ്റെ ഇടപെടലുകൾ ഇത് സമൂഹത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുക എന്നത് എൻ്റെ പൗരധർമ്മത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ ചെയ്യുന്നത് നിയമപരമാണ്, നിയമപരമായി എനിക്ക് ഇത്രയും ചെയ്യാൻ അനുവാദമുണ്ട് എന്നതാണ് വാദമെങ്കിൽ, സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് നിയമപരമായ സാധുതയുണ്ടെങ്കിൽ ആ നിയമങ്ങളെ പുനഃപരിശോധിക്കുകയും നിയമ ഭേദഗതികൾ ഉണ്ടാക്കുകയും സമൂഹത്തെ ദോഷകരമായി ബാധിക്കാത്ത സംഗതികൾ മാത്രം നിയമപരമായി അംഗീകരിക്കുകയും അതല്ലാത്തവ നിയന്ത്രിക്കുവാൻ നിയമപരമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാവുകയില്ലേ എന്നതായിരിക്കും മറുവാദം. എന്നാൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ, എൻ്റെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ പ്രധാനമാണ് സമൂഹത്തിൻ്റെ താല്പര്യം, സമൂഹത്തിൻ്റെ ഭദ്രത, സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നത് പോലും സാമൂഹിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന സാമൂഹിക പ്രതിബദ്ധത, ഞാൻ നേരത്തെ പറഞ്ഞ പൗരബോധത്തിന്റെ ഭാഗമായി, ഞാൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി, എൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിയണം. ഈ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെ വിലയിരുത്തുവാൻ ഒരാളും ശ്രമിക്കുന്നില്ല. അതിനിടക്കാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ സുഹൃത്തായ ജിൻസി സന്തോഷ് ആനക്കര ഈ വിഷയത്തിൽ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ആ കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം. കവിത ഫോക്കസ്, രചന ജിൻസി സന്തോഷ് ആനക്കര. അവളുടെ മാറിടം നേർക്കുനേർ അല്ല, അല്പം ചെരിഞ്ഞ് മുകളിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണണം. നിതംബം താഴെ നിന്ന് അല്ലെങ്കിൽ വശങ്ങളിൽ നിന്ന് ഏറ്റവും വലുതായി തന്നെ കാണണം. നെഞ്ചിലെ ചാലുകൾ ഏറ്റവും സ്പഷ്ടമായി മുകളിൽ നിന്നു തന്നെ. വയർ മടക്കുകൾ, പൊക്കിൾ ചുഴികൾ വശങ്ങളിൽ നിന്നും തുണിയറ്റങ്ങൾ നീങ്ങുന്ന മാത്രയിൽ. പിന്നെ കവിൾ, കഴുത്ത്, കക്ഷം, കൈവണ്ണം, തുടക്കൊഴുപ്പ്, പിൻകഴുത്തിറക്കം. ഏറ്റവും മികച്ച ഫോക്കസിംഗ്, ഏറ്റവും മികച്ച റേറ്റിംഗ്. നവമാധ്യമ ലോകക്രമത്തിലേക്ക് ശരാശരി ചാനൽ കുറുക്കന്മാർ അവളെ വീതം വെച്ചു, കാഴ്ചക്കാരെ കെട്ടിയിട്ടു. അവളിലെ ഏറ്റവും മികച്ച സാധ്യതകൾ വിറ്റ് വിശപ്പടക്കി. കുഴപ്പം കാഴ്ചക്കാർക്കെന്ന് പൊട്ടിച്ചിരിച്ചു. പരസ്യപ്പെടലിൻ്റെ യാത്രകളിൽ, പ്രദർശന മത്സരത്തിൻ്റെ അവസാനം ഞരമ്പുകളിൽ കാമം തിളച്ചവർ വാക്കുകളാൽ സ്വയം ഭോഗിച്ചു. ആദ്യം ആസ്വാദനം, പിന്നെ പുലയാട്ടൽ. പെണ്ണിൻ്റെ പെണ്ണിടങ്ങൾ ഫോക്കസുകളിലേക്ക് മുഴുത്തപ്പോൾ ചൂളിപ്പോയ പെണ്ണുങ്ങൾ മൂക്കത്തി വിരൽ വെച്ച് ഒരു വശം പെണ്ണിൻ്റെ വസ്ത്രം, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യമെന്ന് വാവിട്ട് നിലവിളിച്ചവർ മറുവശം. പെണ്ണൊരുമ്പെട്ടാൽ അവൾ കാലിഫോർണിയയിലെ തീക്കാറ്റാകുമെന്ന് പെണ്ണശ്ലീലങ്ങൾ ചവച്ചു തുപ്പിയവർക്കിപ്പോൾ ചുട്ടുപൊള്ളുന്നു. പെണ്ണിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത ക്യാമറ കണ്ണുകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അഴിമതി, മയക്കുമരുന്നൂറ്റങ്ങൾ, കൊലപാതകം, കൂട്ടബലാത്സംഗം, വിലക്കയറ്റം, രാഷ്ട്രീയ തീയാട്ടുകൾ, പാതാള റോഡുകൾ, വാളയാറമ്മ, ഭക്തിക്കച്ചവടങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒളിസങ്കേതങ്ങളിൽ സുരക്ഷിതരാണ്. നാട് വികസിക്കുകയാണ്. ഫോക്കസിംഗ് മീഡിയകളും. പലരും പറയാൻ അറക്കുന്ന, പലരും പറയാൻ മടിക്കുന്ന, അത് പറഞ്ഞാൽ ഞാൻ പിന്തിരിപ്പനായി പോകുമോ എന്ന് സംശയിക്കുന്ന, ഞാൻ
പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില സത്യങ്ങൾ ജിൻസി സന്തോഷ് ആനക്കര ഈ വിഷയത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കേണ്ടത് തൻ്റെ സമൂഹത്തോടുള്ള തൻ്റെ ബാധ്യത തന്നെയാണ്. ആ അർത്ഥത്തിലേക്ക് വളരാൻ നമ്മുടെ എല്ലാ പൗരന്മാരും തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ദുഷിക്കുന്ന ഈ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഹണി റോസ് ആക്ഷേപിക്കപ്പെടാൻ കാരണം ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് എന്നതാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഉയർത്തുന്ന ഒരു വാദം. എന്നാൽ അതിന് മറുവാദമായി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പർദ്ദാധാരിണികളായ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നില്ലേ, ബലാത്സംഗത്തിനിരയാകുന്നില്ലേ? കൊച്ചുകുട്ടികൾ 1, 2, 3 വയസ്സുള്ള കൊച്ചുകുട്ടികൾ ഇതേപോലെയുള്ള നരമേധങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക്, നരാധമത്വത്തിന് വിധേയമാകുന്നില്ലേ എന്ന് ചോദ്യമാണ്. അതൊരു വലിയ യമണ്ടൻ ചോദ്യമായിട്ടാണ് പലപ്പോഴും ചോദിക്കപ്പെടാറുള്ളത്. അത്തരക്കാരോട് പറയാനുള്ള മറുപടി, സമൂഹത്തെ ദുഷിപ്പിക്കുന്ന തരത്തിൽ ചില ഹണി റോസുമാർ, അങ്ങനെയുള്ള ആരായാലും അവർ ചെയ്തു വെക്കുന്ന ആ കർമ്മത്തിന്റെ വിനയാണ് പിന്നീട് സാധാരണ ആളുകൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നത്. അഥവാ സമൂഹത്തെ മുഴുവൻ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനിൽ നിർത്തുന്ന തരത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങളെ പൂർണ്ണമായും തുറന്നെടുക്കുക, ഹണി റോസുമാർക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പോൺ സൈറ്റുകൾ ധാരാളമായി എല്ലാവർക്കും ഇഷ്ടം പോലെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അശ്ലീലതയും ആഭാസങ്ങളും പരമാവധി പ്രചരിപ്പിക്കുകയും അതിന് ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ പരിഷ്കൃതത്വത്തിന്റെ മേമ്പൊടി അണിയിക്കുകയും പരിവേഷം അണിയിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ പരമാവധി വളർത്തുക. അങ്ങനെയാകുമ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ വളർന്നു വരും. അവരുടെ ഈ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരുപക്ഷെ അവർക്ക് കയ്യിലൊതുങ്ങി കിട്ടുക പർദ്ദാധാരിണികളെയായിരിക്കും. അപ്പോൾ അത് അവർ അവിടെ പ്രയോഗിക്കും. ചിലപ്പോൾ അവർക്ക് കയ്യിലൊതുങ്ങി കിട്ടുക 80, 90 വയസ്സായ വൃദ്ധകളെയായിരിക്കും. അവരത് അവിടെ പ്രയോഗിക്കും. ചിലപ്പോൾ അവർക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടുക ഈ കൊച്ചു കുട്ടികളെയായിരിക്കും. അത് അവരവിടെ പ്രയോഗിക്കും. അപ്പൊ ആ കുട്ടികളോ ഈ വൃദ്ധകളോ ഈ പർദ്ദാധാരിണികളോ അല്ല പ്രത്യക്ഷത്തിൽ ഇവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്, ഇതേപോലെ പലരുമാണ്. ആ പ്രകോപനത്താൽ അവരെത്തിപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തെ അതവർ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഇത്തരം കർമ്മങ്ങളുമായി മുന്നോട്ട് വരരുത് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും മതത്തിന്റെ നിയമപരമായോ ഒന്നും കണക്കാക്കാൻ, യഥാർത്ഥത്തിൽ അത് മതത്തിന്റെ നിയമമാണ്. പക്ഷെ നിങ്ങളത് മതത്തിന്റെ നിയമമായി കണക്കാക്കണ്ട. നിങ്ങളത് രാജ്യത്തിന്റെ പൗരധർമ്മത്തിന്റെ ഭാഗമായി കണക്കാക്കിക്കോളൂ. അത് തന്നെയാണ് മതത്തിന്റെ നിയമം. ഈ അർത്ഥത്തിൽ നമുക്ക് വിഷയങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കഴിയും. അതല്ലെങ്കിൽ അതിന്റെ വ്യാപനം കുറക്കാനെങ്കിലും കഴിയും. എന്നാലും ആളുകൾ പൂർണ്ണമായും സംസ്കരിക്കപ്പെടുകയും ഒക്കെയില്ല. അതിനൊക്കെ അതിൻ്റെതായ തരത്തിലുള്ള നിയമപരമായ സംവിധാനങ്ങളും സംരക്ഷണങ്ങളും നൽകുകയാണെങ്കിൽ സമൂഹം സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഇല്ലാതാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും തുറന്നിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഭീകരവൽക്കരിക്കുകയോ ചെയ്യുന്ന രണ്ടും അധർമ്മമാണ്, തെറ്റാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.